അഭിപ്രായം. അത് ശരിയാണ്. ശ്രീത് പണിക്കർ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിയിൽ CPM-ഉം LDF-ഉം നടത്തിയ വിലയിരുത്തലിൽ ഈ ന്യൂനപക്ഷ വർഗീയതയെ പുൽകി UDF എന്നുള്ള കാര്യം അവർ അടിവരയിട്ട് പറഞ്ഞതാണ്. അതിൽ SDPI-യുടെ പിന്തുണയും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയും ഒക്കെ വന്നതാണ്. അതേ SDPI-യെ ഇപ്പോൾ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിപ്പറയുവാൻ തയ്യാറാകുന്നുമില്ല LDF. അപ്പോൾ ഏത് പക്ഷത്തിനാണോ വോട്ട് ചെയ്യും എന്ന് പറയുന്നത് അവർ തള്ളിപ്പറയില്ല. ഈ LDF-ന്റെ കാര്യമാണെങ്കിൽ ഒരു സംഘടനയും തള്ളിപ്പറയുന്നില്ല, PDP-യെയും തള്ളിപ്പറയുന്നില്ല, SDPI-യെയും തള്ളിപ്പറയുന്നില്ല. വോട്ടിൻ്റെ കാര്യത്തിൽ കേട്ടോ, അവരുടെ നിലപാടിൽ PDP-യുടെ നിലപാട് ശരിയെന്ന് പറയുമ്പോൾ SDPI-യുടെ നിലപാട് തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ വോട്ടിൻ്റെ കാര്യത്തിൽ തള്ളിപ്പറയുന്നില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലും, വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ നൽകുന്ന ഈ ഘട്ടത്തിൽ പോലും ഈ വോട്ടിൻ്റെ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയെയും തള്ളിപ്പറയുന്നില്ല. അപ്പോൾ LDF അല്ലേ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷ വർഗീയതയെ പുൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്? ആനുപാതികരഹിതമായി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ശ്രീ MA ബേബിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അതെ ഡിസ്പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ആനുപാതികരഹിതമായിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഇവിടെ സമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നോക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് മാത്രം എന്തോ കൊടിയ പാപമാണ് എന്ന രീതിയിലത്തേക്കും, എന്നാൽ ന്യൂനപക്ഷ വർഗീയത എന്നത് അതിനോട് തുലനം ചെയ്യാൻ കഴിയാത്തതാണ് എന്നും ഉള്ള മട്ടിലുള്ള ഒരു പ്രചരണമാണ് ഇവർ നടത്തുന്നത്. സത്യത്തിൽ ഇത്രത്തോളം മലീമസമായിട്ടുള്ള വർഗീയത നിറഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വളരെ ഓപ്പണായിട്ട് ഈ രീതിയിലത്തേക്ക് പോകുന്നത് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒന്നുകിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയും SDPI-യും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാൽ മതി ഈ 140 മണ്ഡലങ്ങളിലും. അതിന് അവരുടെ UDF-ന്റെ പിന്തുണയ്ക്ക് ചിലർ പോകുന്നു, LDF-ന്റെ പിന്തുണയ്ക്ക് ചിലർ പോകുന്നു എന്ന രീതിയിലത്തേക്കാണ് ഇതിപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നത്. അതല്ലാതെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടുകയും LDF അല്ലെങ്കിൽ CPM SDPI-യുടെ പിന്തുണ നേടുകയും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് തിരിച്ചുള്ള കാര്യമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിലാണ് ഈ മത്സരം. ആ വർഗീയത എന്നുള്ള വാക്ക് അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ള വാക്ക് ഇവരൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശ്രീ MA ബേബി താങ്കളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വർഗീയത എന്നുള്ള വാക്കും തീവ്രവാദം എന്നുള്ള വാക്കും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് തീവ്രവാദം? കേരളം പോലെ സമാധാനത്തോടു കൂടി നമ്മൾ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഇനി അതല്ല എങ്കിൽ അതിൻ്റെ പേരന്റൽ ഓർഗനൈസേഷൻ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അത് ഭൂരിപക്ഷ വർഗീയത പറയുന്നതായിക്കോട്ടെ ന്യൂനപക്ഷ വർഗീയത പറയുന്നതായിക്കോട്ടെ, നിങ്ങൾ വർഗീയം തീവ്രവാദം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നതിന് എന്താ മടി? നിങ്ങൾ എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ ഇതെല്ലാം തന്നെ തീവ്രവാദത്തിനെതിരാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഏതൊരു പാർട്ടിയും പറയേണ്ടത് തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് തന്നെയാണ്. അത് SDPI ആണെങ്കിലോ എന്ന് അറിയില്ല. ഇതാണ് ഇവരുടെ എല്ലാം വാദം. ഏത് CPM നേതാവിനോട് ചോദിച്ചാലും ഇതാണ് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞ് ആ വോട്ട് റദ്ദാക്കണമെന്നോ അസാധുവാക്കണമെന്നോ പറയാൻ പറ്റില്ലല്ലോ എന്ന്. ഈ തൊടുന്യായമാണ് ഇവരെല്ലാം പറയുന്നത്. അല്ല, അത് ശ്രീ MA ബേബി പറയാതെ തന്നെ നമുക്കറിയാം. അങ്ങനെ ചെയ്യുന്നത് മൗഢ്യമാണെന്നാണ്. അല്ല, ശ്രീ MA ബേബിയുടെ ആ വിശദീകരണമാണ് സത്യത്തിൽ മൗഢ്യം. കാരണം അത് അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് ഇന്ന പാർട്ടിക്കാരൻ്റെതാണ്, അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള സംവിധാനമില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ CPM-ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും BJP-കാരൻ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇതാണ് കാര്യം. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു തൊടി ന്യായം എന്ന രീതിയിലത്തേക്ക് വെറുതെ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുക എന്നതിനുള്ള ഒരു ടാക്ടിക് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവുമില്ല. സത്യത്തിൽ ഇവർ പറയേണ്ടത് എന്താ? തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട, വർഗീയവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒന്ന് തന്നെയാണ് എന്നവർ പറയണം. അതിനവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രീ MA ബേബി ആ പദം ഉപയോഗിച്ചത്. അതായത് ഇവിടെ BJP RSS ചെയ്യുന്ന വലിയൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ഉണ്ട്. എന്നാൽ അതുമായി തുലനം ചെയ്യാത്ത ലോ ഡിഗ്രിയിലുള്ള ചെറിയ ഗ്രേഡിൽ മാത്രമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ വർഗീയ പ്രവർത്തനങ്ങളാണ് മറ്റുള്ള പാർട്ടിക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുക. അതൊരു ആനുകൂല്യം കൊടുക്കാൻ വയ്യേ ശ്രീത് പണിക്കർ? ആ സംഘടനയുടെ വലിപ്പം കൂടി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവണം. ജമാഅത്തെ ഇസ്ലാമി താരതമ്യേന ചെറിയൊരു സംഘടനയാണ് രാജ്യത്ത്, അതേസമയം RSS ബൃഹത്തായ ഒരു സംഘടനയാണ്. അത് അദ്ദേഹം ഈ ആനുപാതിക രഹിതം എന്ന് പറയുമ്പോൾ ആ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കൊടുക്കണോ വേണ്ടയോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം ആശയത്തിനാണ് വലിപ്പം, അതല്ലാതെ അതിനുള്ള അംഗങ്ങളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ അത് എത്രത്തോളം ആൾക്കാരിലേക്ക്
നിലവിൽ പ്രചരിച്ചിട്ടുണ്ട്, അതിന് ഓപ്പണായിട്ട് എത്ര പേര് സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ PFIയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് എത്രയോ ആൾക്കാരെ പൊക്കിക്കൊണ്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. PFIയുടെ കുറേയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നത് താഴെ തട്ടിലൊക്കെ തന്നെ അതിനെ ഏകോപിപ്പിക്കുന്ന നിരവധി ആൾക്കാർ, അറസ്റ്റ് ചെയ്യപ്പെടാത്ത ആൾക്കാർ വേറെയുമുണ്ട്. പക്ഷെ അവരൊക്കെ നടത്തിയിരുന്ന മഹാറാലികളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. ആ ആൾക്കാരൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അവരുടെ PFIയോടുള്ള താല്പര്യം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ സർഫസിൽ ഒരു പക്ഷേ PFI എന്നുള്ള ബാനറിൽ കാണുന്നില്ല. അതിനർത്ഥം ആ ആശയം ചെറുതായി പോയി എന്നല്ല, മറിച്ച് ആ ആശയം ബൃഹത്ത് തന്നെയാണ്. അപ്പോൾ ആ സംഘടനയുടെ അംഗബലത്തിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാരോ അല്ല ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ ആശയത്തിന്റെ വലിപ്പം. ആ ആശയത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് എത്രത്തോളം മനസ്സുകളെ അത് മലീമസമാക്കിയിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ചെറുതായിട്ടാണെങ്കിലും വലുതായിട്ടാണെങ്കിലും റെപ്രസെന്റ് ചെയ്യുന്ന ഏതൊരു യൂണിറ്റിനോടും ഞങ്ങൾക്കൊരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഇവർക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ സമയത്ത് ഇവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് കിട്ടാവുന്ന പാർട്ടികളെല്ലാം തന്നെ പെട്ടെന്ന് പുണ്യവാളന്മാരായി മാറുകയും മറ്റുള്ള ആൾക്കാരെല്ലാം വില്ലൻസ് ആവുകയും ചെയ്യും. ഇത് പല സ്ഥലങ്ങളിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ സ്ഥായിയായിട്ടുള്ള ഒരൊറ്റ നിലപാടെടുക്കണം. ഞങ്ങൾക്ക് ഈ ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ, ഈ ഒരു സംഘടന ഇങ്ങനെയാണ്, അവർക്ക് എല്ലായിടത്തും ഞങ്ങൾ പിന്തുണ കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇവർ എതിർക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുണ്ട്. അവരേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ എതിർക്കുന്നു, അല്ലെങ്കിൽ അവർ വർഗീയ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നൊരു നിലപാടുണ്ടെങ്കിൽ, തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും ഇത് തന്നെയല്ലേ പറയേണ്ടത്. അതല്ലാതെ ന്യായീകരിക്കുന്നതിന്, സ്ട്രെയിറ്റ് ആൻസർ പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മൾ അല്പം മുമ്പ് കേട്ടിരിക്കുന്ന ആനുപാതിക രഹിതം എന്ന് പറയുന്നത്. എന്താണ് ആനുപാതിക രഹിതം? നമ്മുടെ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന, വർഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെല്ലാവരും ഒരേ തട്ടിൽ തന്നെയാണ്. വർഗീയമായിട്ടുള്ള ആശയങ്ങൾ, ആൾക്കാരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആശയങ്ങൾ പറയുക, മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിലത്തേക്ക് ചില നടപടികൾ നടത്തുക, ഇതെല്ലാം ഒരേ തരത്തിലുള്ള സംഘടനകളാണ്. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. പക്ഷേ വിഭജിക്കുക, വിഘടിപ്പിക്കുക എന്നുള്ള അജണ്ട ഇവർക്കെല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അത് വലിയ അന്തസ്സുള്ള പ്രസ്ഥാനമായി മാറുകയും അപ്പുറത്താണ് ചേർന്ന് നിൽക്കുന്നത് എങ്കിൽ അതെന്തോ വെറുക്കപ്പെടേണ്ട പ്രസ്ഥാനമായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനല്ലേ. പക്ഷെ അത് കേട്ടതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ ആ കണ്ണിൽ പൊടിയിട്ടോളൂ എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നിരിക്കുകയില്ല. കാരണം ഈ ഓരോ സംഘടനകളും ഈ നാട്ടിൽ ധാരാളം കാലമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചിരിക്കുന്നതിനെ ഇവിടെയുള്ള ആൾക്കാർ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയല്ല എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണ് എന്നതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ധാരണയുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ SDPIയെ നിങ്ങൾ എങ്ങനെയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചു കഴിഞ്ഞാലും SDPIയുടെ പേരന്റൽ ഓർഗനൈസേഷൻ ഏതാണ് എന്നും അതിന്റെ താല്പര്യം എന്താണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഇവിടെ കൃത്യമായിട്ട് അറിവുള്ളതാണ്. അതിന് സതീശൻ പറഞ്ഞു കൊടുത്തിട്ടോ MA ബേബി വിശദീകരിച്ചത് കൊണ്ടോ മുഖ്യമന്ത്രി ചോദ്യം കേൾക്കുന്ന സമയത്ത് ഭയന്നു പോയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇവർ ഇടപെടുന്ന സമയത്ത് മറ്റ് ഓപ്ഷൻസ് ഇല്ല എങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയത തിരഞ്ഞെടുക്കണോ, ന്യൂനപക്ഷ വർഗീയത തിരഞ്ഞെടുക്കണോ, അതിലേത് തിരഞ്ഞെടുക്കണം തുടങ്ങിയ പ്രയോറിറ്റിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ഇൻഹറന്റ് ന്യൂനത ജനാധിപത്യത്തിനുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഏതെങ്കിലും ഒരു വർഗീയവാദികളോട് ജനം ചേർന്ന് നിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.